നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 28-ാം തീയതി വ്യാഴാഴ്ച. മൂലം നക്ഷത്രമാണ് ഇന്ന് പിറന്നാളായിട്ട് വരുന്നത്. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് ഭാഗ്യദായകമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. ദൈവാധീനമുള്ള ഒരു വർഷമായിരിക്കും എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇനി രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ കാണുന്നു. പ്രത്യേകിച്ച് ചെറിയ കച്ചവടം നടത്തുന്നവർക്കും ഏജൻസി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യത്തെ പകുതി ഭാഗം. ഗൃഹത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനോ വസ്തു വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുവാനോ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. മിഥുനം രാശി. മകീരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യമെന്നുണ്ട്. പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ എഴുതുന്നവർ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ജോലിയിൽ പ്രമോഷൻ, സാലറി അരിയേഴ്സ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വരുവാനുള്ള ഭാഗ്യം, ഇവയൊക്കെ ഇന്ന് ഗ്രഹസൂചനകളിലുണ്ട്. പൊതുവെ അലസത കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യത ഏറെയുള്ള ഒരു ദിവസമായതുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ഹയർ എഡ്യൂക്കേഷനൊക്കെ പറ്റിയ ഒരു ദിവസമാണ്. വിദേശത്ത് പഠനം തുടരുവാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനിലുള്ള ആപ്ലിക്കേഷനൊക്കെ ഇന്ന് അയക്കുവാൻ ശ്രമിക്കാവുന്നതാണ്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. കുറച്ചു കാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആലോചന വന്നു ചേരുന്ന ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണമൊക്കെ വന്നു ചേരുമെങ്കിലും അധിക പണച്ചെലവുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരുമെങ്കിലും വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ ഗൃഹത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയുണ്ട്. പൊതുവെ അലസത, അല്പമൊരു തടസ്സം, അതുകൊണ്ട് തന്നെ അവസരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഇവ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി അല്പം ടെൻഷൻസ് ഉള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വസ്തു വാങ്ങുക, വിൽക്കുക, ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. പഴയ വാഹനമാണെങ്കിൽ റിപ്പയറും ചെറിയ പ്രയാസങ്ങളും വരുവാനുള്ള സാധ്യതയും ഏറെയാണ് എന്ന് പ്രത്യേകിച്ചറിയുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. പഠനകാര്യങ്ങളിൽ താല്പര്യക്കുറവോ സ്കൂളിലോ കോളേജിലോ ചെറിയ പ്രയാസങ്ങളോ വരുവാനും സാധ്യത ഏറെയുള്ള ദിവസമാണെന്നും ഓർത്തിരിക്കുക. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ദൂരയാത്രയും ഹൈ കോണ്ടാക്ട്സ് കൊണ്ട് നേട്ടങ്ങളും വരുന്നൊരു ദിവസമാണ്. ചെറിയൊരു ജോലിയൊക്കെ തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. സന്തതിക്ക് പൊതുവെ ഉയർച്ച വരുവാനും വിദ്യാഭ്യാസ രംഗത്ത് അംഗീകാരം ലഭിക്കുവാനുള്ള ഭാഗ്യവും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ആഘോഷം നടക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു.